എല്ലാവർക്കും റേറ്റ് ആണ് അറിയേണ്ടത്. പൂനെന്ന് ഒരാൾക്കാർ വന്ന് ഫാൻസ് ആയിട്ട് സെക്കൻഡ് ഡേ വീണ്ടും കഴിക്കാൻ വന്നേക്കാണ്. It's like I can't explain how delicious it is. ഇവിടുത്തെ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടം. എങ്ങനെയുണ്ട്? എല്ലാം ചൂടോടെ ഫ്രഷ് അല്ലേ? എല്ലായിടത്തും ഒരു ബ്രാഞ്ച് വരെ. പൂനെ ഫുഡ് ഓർ കൊച്ചി ഫുഡ്, വിച്ച് വിൽ യു ചൂസ്? ഗൈസ്, അപ്പൊ നമ്മള് ഇന്ന് നമ്മുടെ ഒരു ബഡിയുടെ ഷോപ്പിൽ വന്നേക്കേണ്ട. ഇപ്പൊ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ്. നമുക്ക് എന്തായാലും നേരെ അത് കയറി ചെല്ലാം. കമോൺ. എടാ മോനെ, ബഡി എന്താണ് തിരക്കാണല്ലേ? ഉഷാറായിട്ടിരിക്കണം. എന്നിട്ട് എന്താണ് മോനെ, ഉഷാറല്ലേ? വേറെ കടിയിലല്ലേ? പനിയൊക്കെ മാറിയോ? പനിയായിരുന്നു, കുറച്ചുള്ള പനിയായിരുന്നു വിളിച്ചപ്പോ. ശരിക്കും പറയാമല്ല, ബഡി നമ്മളെ 2022 തുടങ്ങിയിട്ട് വിളിക്കണം അല്ലെ? 22 വിളിക്കണം. എനിക്ക് വരാൻ പറ്റുള്ള ശരിക്കും പറഞ്ഞ ഇന്നാണ് അത് സാധിച്ചത് അല്ലെ? ഒരു വീഡിയോ വൈറലായിരുന്നു, എന്റെ ഒരു ഷെയ്ക്കിന്റെ ഒരു വീഡിയോ, ഒരു സ്പെസിഫിക് ഷെയ്ക്കിന്റെ. അന്ന് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നേക്കണം, മച്ചാൻ ഈ വീഡിയോസ് ഞാൻ കാണാറുണ്ട്, അടിപൊളിയാണ്. അന്ന് തുടങ്ങിയ നമ്മുടെ ഒരു ബന്ധമാണ് അല്ലെ? ഓർമ്മ പിന്നല്ല, ഇന്നാണ് നേരിട്ട് കാണുന്നത്. ആക്ച്വലി തിരക്കാണ്, അതുകൊണ്ട് നമുക്ക് മര്യാദക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അല്ലേ? മച്ചാന്തി നല്ല ഉഴുന്നോടെ ചൂടോടെ ഇങ്ങനെ വറുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ചേട്ടനുണ്ട്. പേരെന്താണ് നമ്മള്? ചിത്ര. എത്ര വർഷം ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയിട്ട്? 10-20 കൊല്ലം കൂടുതലായി. അത് അത്ര ചെറിയ കച്ചവടമായിരുന്നു. ഇപ്പൊ പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞപ്പോ കൂടുതൽ കച്ചവടം വന്ന് തുടങ്ങി. മസ്റ്റായിട്ടും കഴിച്ചിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞതേ എന്തായിരിക്കും? ഇവിടുത്തെ എല്ലാം സ്പെഷ്യലാണ്. എല്ലാം സ്പെഷ്യലാണ്. ഒറ്റ സംഭവമുള്ളൂ, തണുത്ത സാധനം ഒന്നും കൊടുക്കത്തില്ല. എല്ലാം ചൂടോടെ ഫ്രഷ് അല്ലേ? ഫ്രഷ് ആണ് ഇവിടുത്തെ സ്പെഷ്യൽ. ബോണ്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് ബോണ്ട. ഓക്കെ, ആദ്യം അപ്പൊ നമുക്ക് സ്നാക്സ് തുടങ്ങാം. സ്നാക്സ് ഏതാണ് നീ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ? വട, ഉഴുന്നോട. ഓക്കെ, ഉഴുന്നോട എത്ര മണം? നമ്മൾ 3 പേരല്ലേ? 3 ഉഴുന്നോട് എടുത്തോട്ടാ. ഉണ്ടോ? 3 ഉണ്ടോ? ഓക്കെ, വട കിട്ടിയിട്ടുണ്ട്. നല്ല കലക്കം വട, ഓരോ ബൈറ്റിലും കുരുമുളകൊക്കെ കിട്ടുന്ന നല്ല സെറ്റ് സാധനം. അതങ്ങനെ എല്ലായിടത്തും കിട്ടാറില്ല, എല്ലായിടത്തും പേരിനെ ഉണ്ടാവുള്ളൂ ഈ ഒരു കുരുമുളക്. നല്ല ക്രിസ്പിയുമാണ്, അടിപൊളി. യെസ്, ഞങ്ങളുടെ ക്യാമറമാനാണ്, ഒഫീഷ്യൽ ക്യാമറമാനാണ് ഹാമി. ഇവർ രണ്ടുപേരും കൊച്ചിക്കാരാണ്. പൂനെന്ന് ഒരാൾക്കാർ വന്ന് ഫാൻസ് ആയിട്ട് സെക്കൻഡ് ഡേ വീണ്ടും കഴിക്കാൻ വന്നേക്കാണ്. നമുക്ക് അവരോട് ചോദിക്കാം അവരുടെ അഭിപ്രായം എങ്ങനെയാണ്. Again for the food, right? Yeah, we are coming for second time. Yeah. Okay. It's very delicious. Like I can't explain how delicious it is, and very cheap. We ate like 4 masala dosa, 4 podi dosa, 4 normal dosa, vade, the appam and everything. Like we ate a lot. Like 8. Yeah, boat mean, and it's open kitchen, very clean, na? Very you can clean, see open. what they are making. Yeah. Very live Yes. Making only the ingredients from their home only. Yeah, which is very near. Yeah, and they are so down to earth. Yeah, very exactly. down to earth. Yeah. Pune food or Kochi food, which will you choose? Pune food. Like I'm staying in Pune, na? From born and brought up in Pune, so Pune food. Okay. But for some different cuisine, Kochi is very nice. Very nice. Yeah, Delicious. exactly. Like Yeah. the South Indian food in Kochi is great. Yeah. We also had biryani, chicken biryani. It was also very like From where? very different. Some what was folk something. I'm not Okay, able no problem. to. Yeah, it was very nice. Like it's like just white in pieces, but Oh. the taste is super. Oh yeah, is that beef or biryani? No, we had chicken biryani. Yeah, very nice. Okay, Loved it. Yeah. Loved it. Thumbs up. Very delicious and very beautiful. डोसा, वड़ा, बोंडा Okay. बहुत अच्छा. Okay. और अम्मा इतना मतलब एज हुआ है फिर भी बना रहे, कर रहे, करके खिला रहे, वो भी बहुत अच्छा है. ठीक है. कैसा लगा फूड? चांगलं लागलं. चांगलं आहे. बहुत अच्छा. Okay. Okay. ठीक है. ഞാൻ ഇവിടുന്ന് കസ്റ്റമറായിട്ട് വന്നത് തന്നെയാണ്. ശരി. അപ്പൊ ഇന്നലെ അവരെ കൊണ്ടുവന്ന് എല്ലാം കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ ഇന്നും വന്നോന്നും പറഞ്ഞ് എന്നെ എന്തായാലും നിർബന്ധമായിട്ട് എയർപോർട്ടിലേക്ക് പോണതിന് മുമ്പ് നമുക്ക് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അവരോട് നമ്മളിപ്പോ സംസാരിച്ചേട്ടാ, അവർക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒന്നാമത് ലൈവ് ആയിട്ട് ഉണ്ടാക്കണോണ്ട് അവര് പറഞ്ഞു നമുക്ക് ഇന്ന് എന്തായാലും മസ്റ്റായിട്ട് അത് കഴിച്ചിട്ടാണ് എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത്. നമ്മുടെ വട അടിപൊളി. ഇനി അടുത്ത് നമുക്ക് ഏതാണ് കഴിക്കേണ്ടത്? ഇപ്പൊ മുളക് ബജിയും കായ ബജിയും മാത്രമേ ഉള്ളൂ. മുളക് കഴിക്കാം നമുക്ക്. യെസ്, അപ്പൊ മുളക് ബജി കിട്ടിയിട്ടുണ്ട് ഗൈസ്. കമോൺ, സീറ്റൊക്കെ ഫുള്ളായി ഗൈസ്. നിന്ന് കഴിക്കാം. ചൂട് കുറഞ്ഞിട്ടുണ്ട് കഴിക്കാം. ഈ മാവിന് ഒരു വളരെ സ്പെസിഫിക് ടേസ്റ്റ് ഉണ്ട്. ചമ്മന്തി മാറി, ഇത്ര വേറെ ചമ്മന്തി ആയിരുന്നു, ഇത് വേറൊരു സാധനമാണ്. അത് ചോദിക്കട്ടെ, ഏതാണ് ചമ്മന്തി? അച്ചാറാണ്. അച്ചാർ മീനാക്കിയതാണ്. എന്തച്ചാറാണ്?
സീക്രട്ട് ആണ് ഗൈസ്. ഉള്ള സാധനങ്ങളുണ്ടാ റേറ്റ് ടേസ്റ്റ് ആണ്. നമ്മളെവിടെയും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സാധനമാണ് ഉള്ള പൊള്ളി. ഉഴുന്നുടയും കഴിച്ച് മുളക് ബജിയും കഴിച്ച് ഇനി ബോണ്ട കഴിക്കല്ലേ. ബോണ്ട പറഞ്ഞിട്ടോ 3 ബോണ്ട. യെസ് ഓക്കെ. ആ ചട്നി ഇട്ടു. ഓക്കെ താങ്ക് യു. ശരി ഗൈസ്. നല്ല ചൂടാണ്. അടിപൊളി മസാലയാണ്. ഒരു യുണീക്ക് ടേസ്റ്റ് ഉണ്ട് മൊത്തത്തിൽ. ആ ഒരു മസാലയൊക്കെ ആണെങ്കിലും ഈ ഒരു മാങ്ങയാണെങ്കിൽ തന്നെ ഒരു കിടിലം പ്രത്യേക ടേസ്റ്റ്. അടിപൊളി. കൊച്ചിയുടെ ഇൻഫ്ലുവൻസ് ഇതിലും വന്നിട്ടുണ്ട്. നൈസാണ്. കൊള്ളാലേ, നല്ല ചൂടുണ്ടല്ലേ, കൈ കൊള്ളേ. കൊള്ളാം. എന്റെ പേര് ഗീത. ഗീത നല്ലതാണ്. ചൂടോടുകൂടെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റും. അവിടെ കഴിച്ചില്ല, ഞാനിപ്പോ ബജ്ജി കഴിച്ചെല്ലാം നല്ലതാണ്. പെട്ടെന്ന് തീരുന്നുണ്ട്. കാരണം തീരുന്നു. അതാണ് ഇവിടുത്തെ ഹാപ്പിയാണ്. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അടിപൊളി. എന്താ മുളക് ബജി കഴിച്ചത്? മുളക് ബജി ഉണ്ട്, പിന്നെ ബോണ്ട. നല്ല ഭക്ഷണം. നമുക്ക് മെയിൻ കോഴ്സിലോട്ട് കിടന്നല്ലോ. കമോൺ ഗൈസ്. നമ്മുടെ സ്നാക്സ് കഴിഞ്ഞ് ഇനി അടുത്ത ഏതായിരിക്കും? മസാല ദോശയാണോ നെയ്റോസ്റ്റ് ആണോ പെട്ടെന്ന് പറയും. തിരക്കായിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. മസാല ദോശ ഉണ്ട്, നെയ്റോസ്റ്റ് ഉണ്ട്, പൊടി മസാല ഉണ്ട്, പൊടി റോസ്റ്റ് ഉണ്ട്. പൊടി മസാല അടിച്ചാലോ? പൊടി മസാല അടിക്കുക. പൊടി മസാല ഒരു പൊടി മസാലയും ഒരു മസാല ദോശ അടിക്കുക. സെറ്റ് അത് കൊടുക്കാം. ഓക്കെ ഓക്കെ. ഈ ഷോപ്പ് അതിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ബടിയുടെ വീടും തന്നെ കേട്ടോ. തൊട്ട് ചേർന്നപ്പം കടയിലോട്ടുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് നേരെ സ്ട്രെയിറ്റ് അവിടെ നിങ്ങളോട് കൊടുക്കണം. എല്ലാവർക്കും റേറ്റ് ആണ് അറിയേണ്ടത്. പൊടി മസാലക്ക് 60, മസാലക്ക് 50, നെയ്റോസ്റ്റ് 50, നെയ്റോസ്റ്റ് റേറ്റ് ഉള്ള നെയ്റോസ്റ്റ് 40, പൊടി റോസ്റ്റ് 40, സാധാ ദോശ 10 രൂപ. 10 രൂപ. തട്ടുദോശ ദോശ എല്ലാം 10 രൂപ. ബോണ്ട വട അതെല്ലാം 10 രൂപ. മുളക് ബജി ഒരു പ്ലേറ്റ് 20 രൂപ. മുളക് ബജി, കായ ബജി എന്തായാലും ഒരു പ്ലേറ്റ് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടോ? അത് 3-4 കണ്ടിട്ടുണ്ടാവും. അത് സൈസ് അനുസരിച്ചല്ലേ? നമ്മുടെ ഐറ്റംസ് സെറ്റ്. ചായ കുടിക്കട്ടെ. എനിക്ക് മീഡിയം മധുരം കുറവ്. മീഡിയം മധുരം കുറവ് പഠിച്ചോ? മോട്ടയുടെ ചായ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ഞാനപ്പോ ഒരു പൊടി മസാല ദോശയും ബിബി വെറും മസാല ദോശ. ആ പൊടിയില്ലേ, പൊടിക്ക് കിഡിലും ടേസ്റ്റ്. പൊടി അവർക്ക് കഴിച്ചോ? ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പൊടി മാത്രം കഴിച്ചോ? അടിപൊളിയാണ്. കിഡിലും പൊടി കലക്ക സാധനം മസാലയ്ക്ക് ബിബിയുടെ മസാല കുറച്ച് നടക്കുന്നത് കൊള്ളാം. ആ മസാലക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? പൊടിയല്ലേ? പൊടി ഒരു പടി മുകളിലാണ്. ഈ മസാലയും പൊടിയുടെ മിക്സ് ആകുമ്പോൾ ഞാൻ ടേസ്റ്റ് അല്ലേ? സെറ്റ് അല്ലേ? പൊടി മസാല പക്ഷെ എന്തായാലും കഴിക്കണം. അതിനാണ് ഏറ്റവും ഡിമാൻഡ്. ഭയങ്കര തിരക്കാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ സംസാരിക്കണം. എത്ര എന്നിട്ട് കിട്ടുന്നത് കുറെ ഭാഷണം ഉണ്ട് അതിൻ്റെ കൂടി. ചായ കുടിച്ചിട്ടില്ല പറഞ്ഞാല് ചായ കുടിക്കാൻ മറന്നുപോയി. അവന്റെ ചായ കുടിക്കാൻ പോവാ. ചായ കിട്ടിയുണ്ട് നമ്മുടെ മീഡിയം ചായ. ബിബി മോട്ടയുടെ ചായ നമുക്ക് ടേസ്റ്റ് ചെയ്യട്ടെ. കൊള്ളാം. നല്ലതാണ്. സ്ട്രോങ് ആയതുകൊണ്ട് മീഡിയം ചായ മോർ ദാൻ സ്ട്രോങ് ചായ. സ്ട്രോങ് ആണ്. കൊള്ളാം. നല്ല സാധനമാണ്. ഗുഡ് വൺ. സൂപ്പറിയാ. വെറുതെ അല്ല, നല്ലതാണ്. ലൊക്കേഷൻ തന്നെ ചെറുതായി മട്ടാഞ്ചേരി ഉപ്പമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലേ? ഓക്കെ. ഞാനിവിടെ അവസാനം ശാന്തി പിടിച്ചിറങ്ങില്ല അല്ലേ? ഈ മര്യാദ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേറെ ഓരോ സ്ഥലങ്ങൾക്ക് പോകണം. രാത്രി മാത്രം ചിക്കൻ അവിടെ വിടാണ്. രാത്രി മാത്രം വരുന്നത് 1 മണിക്കല്ലോ. രാത്രി 1 മണിക്ക് ഞാൻ ഓർത്ത് പറയുന്നത് വരും. ഇത് കഴിക്കാൻ വേണ്ടി മാത്രമല്ല. അത് മരണം അതാണ്. അടങ്ങിയ 3 ഐറ്റം പഴംപൊരി, പുട്ട്, ബീഫ് കറി, മുട്ടക്കറി, ചായ. നീ അത് കഴിക്കില്ലേ? ബീഫ് കഴിക്കില്ലേ? പക്ഷെ അവിടുത്തെ മുട്ടക്കറി എല്ലാ ഉഷാറാവട്ടെ. തിരക്കായി പഠിക്കാം. അല്ലെങ്കിൽ സംസാരിക്കണം അല്ലേ? മനസ്സിലായി. തിരക്കില്ല ഒരു ദിവസം തിരക്ക് കഴിഞ്ഞ ദിവസം വരാം. സംസാരിക്കാം. അതൊരു 10 മണിക്ക് ശേഷം ഓൾമോസ്റ്റ് തിരക്ക്. പിന്നെ സ്റ്റാർട്ട് ചെയ്തു. അടിപൊളി. അപ്പൊ എന്തായാലും കാര്യം ഉഷാറാവട്ടെ. എല്ലാം ഹാപ്പി ആയിട്ടിരിക്കട്ടെ. എല്ലാം കേട്ടോ. ഒന്നുകൂടി നമ്മുടെ കടയെല്ലാം ഒന്നുകൂടി സെറ്റപ്പ് ആവട്ടെ. എല്ലായിടത്തും ഒരു ബ്രാഞ്ച് വരെ വരട്ടെ. ആ ഒരു ലെവലിൽ എത്തണം നമ്മള്. അതുകൊണ്ട് ഇതന്നെ ബ്രാഞ്ച്. ഇത് ഇവിടെ തന്നെ മതി. വീട്ടോട് ചേർന്നിട്ട് അല്ലേ?
ഇതന്നെ സുഖം. It's me waiting for you saying bye.